മക്കളെ, നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ 2 കഥാനായകന്മാർ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അല്ലേ. ദാദാനെ, ചിഞ്ചുവിനെ കോൺട്രാക്ട് മാരേജ് ചെയ്യാതെ വീട്ടുകാരി കെട്ടിച്ചടാ. സത്യമാണ് നീ പറയുന്നത്? BTSന്റെ FFല് ഫോഴ്സ്ഡ് മാരേജ് ടൈപ്പാണ് അവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവക്കും അതെനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊക്കെയാണ് മാരേജ്. ആദ്യം ഫൈറ്റ്, പിന്നെ അടിപൊളി ലവ്. നമുക്കൊക്കെ അതിനുള്ള യോഗമുണ്ടോ എന്തോ. യോഗമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് നിനക്ക് ചെറുക്കനില്ലല്ലോ. എനിക്കും വരുവടാ ഒരു രാജകുമാരൻ. അതെ, പക്ഷെ കുതിരവട്ടത്തുനിന്നാണെന്ന് മാത്രം. അങ്ങനെ അന്നത്തെ ദിവസം കഥാന്നും വന്നാൽ കടന്നുപോയി. മമ്മ, ഞാൻ കോളേജിൽ പോയിട്ട് വരാവേ. മോനെ, പോകാൻ വരട്ടെ, ഞങ്ങൾക്ക് എന്നോട് ഒരു അത്യാവശ്യം കാര്യം പറയാനുണ്ട്. എന്താപ്പാ പറഞ്ഞു, ഞാൻ കേട്ടോളാം. അത് മോനെ, നീ ചെറുതായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കല്യാണം കഴിക്കണം. അത്രേ ഉള്ളു? പിന്നെന്താ? എന്തുണ്ടാക്കിന്ന്? മോനെ, വേറെ വഴിയില്ലാത്തോണ്ടാടാ. ഒരു കടം വന്നപ്പോ ഒരാളെ ഇന്ന് കാശ് മേടിച്ചു, ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റാതായി. നീയോടുള്ള ഒരാശയം ഒന്ന് സഹകരിക്കടാ മോനെ. സഹകരിക്കാനോ? നിങ്ങളൊക്കെ ഒരു തന്തയും തന്നെയാണോ? സ്വന്തം മോനെ പൈസക്കാരൊക്കെ വിൽക്കാൻ നോക്കണം. പൈസക്കല്ല മോനെ, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓഹോ, അപ്പൊ എന്നെ തൂക്കി വിൽക്കാൻ പോലുള്ള വിലയില്ലല്ലേ? ഞാൻ ഇത്ര വില കെട്ടവനായി പോയോ ദൈവമേ. അപ്പൊ മോനെ വിലക്ക് കൊടുക്കണമെന്നാണ് മോൻ പറയുന്നത്? എല്ലാം മോന്റെ ഇഷ്ടം പോലെ. മമ്മി, യൂട്യൂബ് എന്നോടിത് വേണ്ടിയിരുന്നില്ല. സോറി അളിയ. അല്ല മോനെ, ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല, ഓക്കെ? ഇനി എന്തോ എടുത്തിട്ട് ആവർത്തിക്കാനാ? ഇനി നിങ്ങൾക്ക് ഇനി മക്കളുണ്ടോ? ഓ, അത് പോയിന്റ്, ഞാനത് ഓർത്തില്ല. എന്നാ ജിനിമോളെ, നമുക്ക് ഒന്നുകൂടെ. ഈ വയസ്സാങ്ങാട്ടങ്ങ് ഇളക്കുന്നുണ്ടില്ലേ, പൊക്കോണം അവിടുന്ന്, ഓണം തരിഞ്ഞ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. കിട്ടിപ്പോച്ചല്ലോ, സമാധാനായല്ലോ. എന്ന് ഞാൻ ഇനി അങ്ങോട്ട് പോട്ടെ. പോകും, നാളെയാ കല്യാണം, അത് ഓർത്തിട്ട് വേണം അവിടെ നിൽക്കാനായിട്ട്. ഡാളിയ, ഞാനൊരു കാര്യം പറയാനാ വന്നേ, പിന്നെ ക്ഷണിക്കാനും. എന്ത്, നിന്നെ കെട്ടിച്ചുവിടാൻ പോണോടാ? അതേടാ, ഇന്നലെ അവളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്ട് മാരേജ്. നീ രാവിലെ നല്ല പ്രാങ്കൊക്കെ വന്നേക്കല്ലേ, അങ്ങനെയൊന്നും ഈ ജെറി അങ്ങനെ വീഴൂലടാ. ഒറ്റ ചവിട്ടങ്ങളൊന്നുണ്ടല്ലോ, പ്രാങ്കൊക്കെ മറ്റു കാര്യമാണോടാ ഇത്? ഓ, അപ്പൊ സംഭവം സീരിയസ് തന്നെ. എടാ, ആരടാ ആള്? എനിക്കറിഞ്ഞൂടാ, ആളുടെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇനി നാളെ കല്യാണം കഴിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ ആ തിരുമോന്ത കാണാം. ദൈവമേ, എങ്ങനെ ഇരിക്കുന്നവരാണോ എന്തോ. അറ്റ്ലീസ്റ്റ് എന്നെയൊക്കെ ഇത്തിരി ഹൈറ്റെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു, കൂടെ കൊണ്ട് നടക്കാനെങ്കിലുവേ. എടാ, നീ BTSന്റെ FF ഒക്കെ കണ്ടിട്ടില്ലേ? അതിനകത്ത് ഒന്നെങ്കിൽ പ്രൊഫസറുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാഫിയായിട്ടായിരിക്കും. എന്തായാലും പൈസ കടം മേടിക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു മാഫിയായിരിക്കും. അപ്പോൾ നിന്റെ കല്യാണം മിക്കവാറും വല്ല ഗോൾഡ് മാഫിയയുടെ കൂടെ ആയിരിക്കും. എന്നാ മോനെ, നീ സെറ്റ്. അയ്യോ അടാതെ FF, ഇതെന്റെ ലൈഫ്. അങ്ങനെ വല്ലതാണെങ്കിൽ അയാൾ എന്നെ വെട്ടി കറി വെച്ച് കൂട്ടുകടാ. എന്തായാലും നല്ലതിലേക്കായാലും ചീത്തയിലേക്കായാലും ഓൾ ദ വെരി ബെസ്റ്റ് മാൻ. താങ്ക് യു. വാ. ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലോ?
ഇത്രയും ടൈമായില്ലേ? ഇന്നലെ അയാൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഉച്ചയും വെള്ളമൊന്നും ഉണ്ടാക്കാതെ പയ്യെ പമ്മി ആ മൂലയ്ക്ക് അങ്ങനെ പോയി കിടക്കാം. അത് അമ്മയാൾ ഉണരത്തില്ലല്ലോ. ഇതെന്താ ഈ പാതിരാത്രി എവിടെ നീ സാറ്റ് കളിക്ക? ഇയാൾക്ക് ഉറക്കമൊന്നുമില്ല ദൈവമേ. അത് ഞാൻ എന്തിനെങ്ങനെയൊന്ന് പരുങ്ങുന്നേ? ഞാനല്ലേ ഇവിടെ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ മാഫിയ ചേട്ടാ, ഞാനൊരു പാവമാണ്. മാഫിയോ? ഞാനോ? ഞാൻ ഈ BTS FFലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ മാഫിയാസ് എങ്ങനെ ഫോഴ്സ്ഡ് മാരേജ് ഒക്കെ അല്ല കോൺട്രാക്ട് മാരേജ് ഒക്കെ. നിങ്ങൾ എന്നെ അങ്ങനെയല്ലേ കെട്ടിയേ? അയ്യോ എടാ പൊട്ട, ഞാൻ മാഫിയൊന്നുമല്ല. നിന്റെ അച്ഛൻ എൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ മുൻകൂട്ടി കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തിരിച്ചു തന്നിട്ടുമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കമ്പനിയുടെ ആവശ്യത്തിന് പെട്ടെന്ന് ഒരു മാരേജ് ചെയ്യേണ്ടി വന്നു. ഞാൻ സ്ട്രെയിറ്റ് അല്ലാത്തതുകൊണ്ട് നിന്റെ അച്ഛനോട് നിന്നെ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പം നിന്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനെ തരണമെങ്കിൽ ഞാൻ നിനക്ക് പൈസ തിരിച്ചു തരില്ല. അപ്പം ഞാനത് സമ്മതിച്ചു. അങ്ങനെയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചേ. ഓ, അപ്പം അങ്ങനെയൊക്കെയായിരുന്നല്ലേ കാര്യങ്ങൾ. നീ എന്തൊക്കെയാ ചെക്കാ ചിന്തിച്ചു കൂട്ടിയത്? എനിക്കത് കേട്ട് ചിരിയാ വരുന്നത്. പിന്നെ എനിക്കൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിന്നെ അനുവാദമില്ലാതെ നിന്നെ എന്ത് വിരൽ കൊണ്ട് പോലും തൊടില്ല. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ പോവാം. നിനക്ക് സോഫയിൽ കിടക്കണമെങ്കിൽ അവിടെ കിടക്കാം. എൻ്റെ കൂടെ കിടക്കുന്ന ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ കിടക്കാം. അതൊക്കെ നിന്റെ ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ച പോലെ ആളത്ര റൂഡൊന്നും അല്ല, കൂൾ പേഴ്സണാണ്. അപ്പം എല്ലാവരെയും കൂട്ട് എനിക്കൊരു നോർമൽ ലൈഫാണല്ലേ കിട്ടിയേ. എന്തായാലും കൊള്ളാം, എൻ്റെ പേരൻസിൻ്റെ സെലക്ഷൻ അടിപൊളിയാണ്. എന്തായാലും ഇനി നാളെ അവനെ ഒന്ന് ഇംപ്രസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്തായാലും കുക്കിംഗ് തന്നെ പിടിക്കുന്നതായിരിക്കും നല്ലത്. രാവിലെ തന്നെ കിച്ചണിൽ കയറി നല്ല പണിയാണെന്ന് തോന്നുന്നല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദാ കഴിച്ചു നോക്കിയേ. കൊള്ളാം ആണോ? എങ്കിൽ ഞാൻ കഴിക്കട്ടെ. അയ്യേ, ഇതാണോ കൊള്ളാന്ന് പറഞ്ഞ? മോഹം ഒന്നും പാടിക്കണ്ട. വാ, നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. നീ എന്നെ ഹെൽപ്പ് ചെയ്യേ. ഓക്കെ? അടിപൊളി. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? அன்பை பொழிகிறதே ஆனந்த கீற்று படபடனே கை ரெண்டும் சீராட்ட விழுகிறதே நம் தோளில் மாலையே கண்டதுமே மின்னொளி பெறுதே
ജോലി ഇത് കുഴഞ്ഞോ ബേബി? ഇല്ല, കുറച്ചും കൂടെ ഉള്ളൂ. എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിനക്ക്? വേണ്ട, കഴിഞ്ഞു, തായത്തോടെ ഉള്ളൂ. ഏബലെ, സോറി, ഞാൻ വേറെന്തോ ഓർത്തപ്പോ സോറി. ഞാൻ നിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിന്റെ അഭിപ്രായം ചോദിക്കണമായിരുന്നു. പക്ഷേ കുറേ ആയി, അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന്. സോറി, ഞാൻ പോവാ. അയ്യോ പോലെ, അതല്ല. പോയി. ഇതൊക്കെ എങ്ങനെ അടുക്കള ചെയ്യുന്നത്? റൂമിൽ പോയാലോ എന്ന് ചോദിക്കായിരുന്നു. ഇപ്പൊ ഞാൻ ആരായി? എന്റെ ദൈവമേ. ഏബലെ, ഈ വിളി കേൾക്കൂല. ഏബൽ ചായ. എന്താ വിളിച്ചേ? ഇച്ചായെന്നോ? ഞാൻ ഇച്ചായനോട് പറഞ്ഞു എനിക്കൊന്നും ഇഷ്ടമല്ലാന്ന്. ഞാൻ ശരിക്കും വിളിച്ചത് ഇതൊക്കെ അടുക്കള വെച്ച് ചെയ്യണോ, നമുക്ക് ബെഡ്റൂം വെച്ച് ചെയ്താൽ പോരെ എന്ന് ചോദിക്കാനായിരുന്നു. അപ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങ് പോവാം. ഐ ഓൾസോ ലവ് യു മാൻ. സീരിയസ്ലി? യാ. എന്നാ ഓക്കെ, എനിക്ക് പോയി കുളിച്ചിട്ടാ, ആകെ നശിഞ്ഞിരിക്കല്ലേ. ഞാൻ നിനക്ക് തല തോർത്തി തരാം, ഇങ്ങ് വാ. കണ്ടിന്യൂ ചെയ്യണോ അതോ ഡോണ്ട് സ്റ്റോപ്പ് പ്ലീസ്? എന്തുപറ്റി? പതിവില്ലാത്തൊരു കിടപ്പൊക്കെ. എനിക്ക് ശരീരമൊക്കെ വല്ലാണ്ട് തളരണ പോലെ തോന്നുന്നു ഇച്ചായ. എനിക്ക് തീരെ വയ്യ. അയ്യോ, എങ്കിൽ വാ, വെച്ചോണ്ടിരിക്കേണ്ട, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. മിസ്റ്റർ റേബൽ, ഞാൻ പറയുന്നതിന് തലത് താൻ റിപ്പോർട്ട് നോക്കുന്നതാ. എന്താ? തന്റെ ഹസ്ബൻഡ് പ്രഗ്നന്റ് ആണ്. ഞാനോ? ഡോക്ടർ, ഞാനൊരു ആണാണ്. അതെ, താൻ ആണാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇതൊരു കോമൺ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലെ കുറെ കണ്ടീഷൻസ് ഇതിനു മുമ്പ് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു 100% ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു 2% ആൾക്കാർക്ക്. വുമൻസിന്റെ കൂട്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ആണുങ്ങൾക്ക് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നല്ലപോലെ ഫുഡൊക്കെ കഴിക്കണം. അതാത് മാസം വന്ന് ചെക്കപ്പ് നടത്തണം. താങ്ക് യു ഡോക്ടർ. ഇച്ചായ, നമുക്ക് കുഞ്ഞ്. ഐ ആം സോ ഹാപ്പി ബേബി. ഞാനിതെവിടാ? ഇതെന്റെ വീടല്ലേ? അപ്പോ ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഇല്ല മമ്മി, എനിക്കൊരു
കാര്യം ചോദിക്കേണ്ടായിരുന്നു. എന്താടാ പതിവില്ലാത്തൊരു ഫോർമാലിറ്റി ഒക്കെ? നീ ചോദിക്കേ, ഞാൻ കഴിക്കാനും കൂടി ഇരിക്കേ, കഴിച്ചോണ്ട് ചോദിക്കാലോ. വിശപ്പില്ല. പിന്നെ മമ്മി, പപ്പ ആരെങ്കിലും കയ്യിൽ നിന്ന് ക്യാഷ് എല്ലാം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് അറിയോ? നീ എന്താ പൊട്ടനോ അതോ ഇപ്പൊ ജനിച്ചു വീണതോ? നീ എന്ത് മണ്ടത്തിലാക്കി ചോദിക്കണേ? 5-6 കമ്പനി സ്വന്തമായിട്ടുള്ള നിന്റെ പപ്പ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്ന കാര്യം നീ പറയുന്നേ? അത് ശരിയാ. ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ മമ്മി. ഞാനെന്നാ കോളേജിലേക്ക് പോട്ടെ, ലേറ്റ് ആവും ഇനി നിന്ന് കഴിഞ്ഞാ. നീ രാവിലെ ഇങ്ങനെ കുറെ തമാശ കൊണ്ട് വരല്ലേടാ. പിന്നെ നിന്റെ അമ്മ പറയല്ലേ എന്താ തെറ്റ്? ഇത്രയും നല്ല പണക്കാരനായി നിന്റെ അച്ഛൻ ആരോട് കടം മേടിക്കാനാ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യം, നീ ഒരു ബോയ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെ നീ പ്രഗ്നന്റ് ആവണേ? ഇതൊക്കെ എന്താ മണ്ടത്ര ഡ്രീംസ് ആണാ? അതൊക്കെ കണ്ട് വിശ്വസിക്കാൻ നീയും. ഇതൊക്കെ നിന്റെ വെറും തോന്നല. ഇന്നലെ അവളുടെ കാര്യം പറഞ്ഞപ്പോ നീ അത് ഓർത്ത് കിടന്നിട്ടാ, വേറൊന്നുമല്ല. എനിക്കറിയാടാ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന്. പക്ഷെ നിനക്കൊരു കാര്യം അറിയും, ഇപ്പൊ ഞാൻ ഈ ജീവിക്കുന്ന ജീവിതത്തെക്കാൾ ആ സ്വപ്നത്തിൽ കണ്ട ജീവിതം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടും എനിക്ക് ആ ഒരു ജീവിതം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാണ്. നിനക്കറിയോ? നീ വിഷമിക്കണ്ട, ഭൂമി വരേണ്ടതല്ലേ, അയാളെ പോലെ ആരെങ്കിലും നിന്റെ ലൈഫിലേക്ക് വരാതിരിക്കില്ല. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട. നീ വെയിറ്റ് ചെയ്യേ. ലൈഫ് ഇപ്പൊ തീർന്നു പോതൊന്നുമില്ലല്ലോ, നീ വെയിറ്റ് ചെയ്യേ. ഓക്കെ? എന്തോ എന്റെ വയറ് പെട്ടെന്ന് കാലിയായ പോലൊരു ഫീല്. അത് ഞാനിപ്പോ എന്തെങ്കിലും വേറെ നേരം തിന്നുമ്പോ അങ്ങ് ഫുള്ളായിക്കോളും. അതല്ലട പൊട്ടാ, എന്റെ സ്വപ്നത്തിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നല്ലോ. ഓ ഒലക്ക, അവന്റെ ഒരു അമ്മൂമ്മയുടെ പ്രഗ്നന്റ്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ വല്ലതും തിന്നാൻ? ഓ, അങ്ങനെ സമയം കടന്നുപോയി. വൈകുന്നേരമായി. നഥാനുവിന്റെ ചെക്കനും കൂടെ സ്വപ്നത്തിൽ സമയം ചെലവഴിച്ച ഒരു സ്ഥലം അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. അവൻ അവിടേക്ക് പോയി. ഐ മിസ് യു സോ മച്ച്. ഇപ്പൊ ശരിക്കും എവിടെയായിരിക്കും? ആരായിരിക്കും? നീ എന്തിനാ എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നത് സ്വപ്നത്തിൽ കൂടെ? അയ്യോ അയ്യോ, എന്റെ പെട്ടി ആരിൽ പിടിക്ക. ഏബൽ, നീ? Hey, are you okay, Mr. What's your name? Nathan. Yeah, Nathan. Tan okay ആണല്ലോ അല്ലേ? Yeah, I'm perfectly alright. Okay. എനിക്ക് കുറച്ച് ധൃതിയുണ്ട് പോയിട്ട്. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. ഇനി ഇതും സ്വപ്നമാണോ? അല്ല. ഇവനെങ്ങനെ എൻ്റെ നെയിം അറിയാം? ഇതൊന്നും കണ്ടുപിടിക്കാതെ ഞാൻ നിന്നെ വീടില്ല മിസ്റ്റർ നഥാൻ. എന്റെ പൊന്നു നഥാനെ, നീ ഉറങ്ങുമ്പോ സ്വപ്നം കാണുന്നത് പോയിക്കോട്ടെ, നീ പോണെന്നിരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയോ? അതും പബ്ലിക്കായിട്ട് സ്വപ്നം കാണാൻ തുടങ്ങിയോ? എന്തോന്നടാ ഇത്? എടാ പോടാ കാട്ടുപൂച്ചേ, ഞാൻ സ്വപ്നമൊന്നും കണ്ടല്ല, ഞാൻ സത്യാ പറഞ്ഞേ. ഓ എന്റെ ദൈവം, ഞാൻ എന്തോ പറഞ്ഞു വേണ്ടി വിശ്വസിപ്പിക്കും. ശരി, സമ്മതിച്ചു. നീ കണ്ടു, നീ കൂടുതൽ സ്ട്രെസ് ആവണ്ട. നിനക്ക് പൊട്ടും ഉറക്കം ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു. നീ നല്ലപോലെ കിടന്നുറങ്ങുക, അപ്പൊ എല്ലാം ശരിയാവും. ബാക്കി നമുക്ക് നാളെ കോളേജിൽ നിന്ന് സംസാരിക്കാം. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്കൂ. അപ്പൊ ഓക്കെ, ബൈ. എന്നാലും അവനെനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി ശരിക്കും അത് തന്നെ ആയിരിക്കും അവന്റെ നെയിം. എടാ നഥാനെ. ജെറി, നീയോ? നീ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലടാ, ജസ്റ്റ് ഇതുവഴി ഒന്ന് പാസ് ചെയ്ത് പോയപ്പോ നീനൊന്ന് കണ്ടിട്ട് പോകുന്ന കയറിയതാ. മോനെ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോടാ. എന്താ പ്രശ്നം? നമ്മുടെ സിറ്റി മൊത്തം ഭയക്കുന്ന ഒരു മാഫിയുണ്ട്, എഡ്വർടൈസ്. അയാള് ഇവിടെ വന്നിട്ടുണ്ട്. വെറുതെ വന്നതല്ല, നിന്നെ ചോദിച്ചാണ് അയാൾ വന്നിരിക്കുന്നത്. നിന്നെ അയാൾക്ക് വിവാഹം കഴിക്കണം പോലും. എന്താ? ഇല്ല അമ്മി, കണ്ട മാഫിയകൾക്ക് ബലി കൊടുക്കാൻ എന്റെ ലൈഫ് കിട്ടില്ല. അയാൾ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, ഞാനിതിന് തയ്യാറല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ? നമ്മളിപ്പോൾ ആമ്പിള്ളേരോടുള്ളപ്പോഴേ നമ്മൾ പ്രതികരിക്കണം. അന്നേരം അമ്മമാരൊന്നും കൈപൊക്കത്തില്ല. ഞാൻ പറയാം എന്താ വേണ്ടതെന്ന്, ഓരോരുത്തന്മാർ വന്നോളൂ. താനെന്താ ഒരു വീട്ടിൽ കയറിയൊന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുക? അത് ചോദിക്കാൻ നീ ആരാ? ദൈവമേ, മാഫിയ എന്ന് പറഞ്ഞപ്പോ ഇത്ര ലുക്കായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഞാനിവന്റെ ഫ്രണ്ടാണ്. എന്നാൽ ഈ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് എന്ന് മാറി നിൽക്ക്. എനിക്ക് നിന്നോടല്ല ഇവരോടാ സംസാരിക്കാനുള്ളത്.
ആരോട് സംസാരിച്ചാലും തന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. തന്നെ ഇവളുടെ തലയെ കെട്ടിവെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു തവണ നിന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തേലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഒന്ന് പോടാ, നീ ഇവിടുത്തെ എന്താ രാജാവോ? ഒരു മാഫിയ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വലുതെന്തോ പ്രതീക്ഷ. നീ ഒരു ചള്ളിച്ചക്കൻ, നീ എന്താക്കാനാ? എടാ നീ ഒന്ന് ചുമ്മാതിരിക്കുക. ഓഹോ, നീ ഈ എഡ്വിഡിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയായോ? എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. ഇനി നിങ്ങളോട് നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മാരേജ് നടന്നിരിക്കണം. അതുപോലെ ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തിക്കേണ്ട സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. ഇനി പൊന്നുമോനെ, നിന്നോട് ഈ എഡ്വിഡിനെ വെല്ലുവിളിച്ചതാരും മാരേജ് പോയിട്ടില്ല. നിനക്കുള്ള പണി അത് വഴിയെ വരുന്നുണ്ട്. അത് എഡ്വിഡാണ് പറയുന്നത്. അപ്പൊ നാളെ മാരേജിന് കാണാം. അയാൾക്ക് എന്ത് അഹങ്കാരാണെന്ന് നോക്കി. നിങ്ങളൊന്നും കണ്ട് പേടിക്കാൻ നിൽക്കണ്ട. ഒന്നിനും സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യരുത്. നീ വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല ചെറിയതൊന്നും. അയാള് ഇവിടുത്തെ ഓരോ ഡോണുകളുടെയും ഡോണാണ്. അയാൾ വിചാരിച്ച എന്തും ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ നിമിഷം നേരം കൊണ്ട് കൊല്ലാൻ പറ്റും. അയാളെയാണോ നീ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്റെ ജീവിതം പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നീ എല്ലാത്തിനും നിന്ന് കൊടുക്കാൻ പോവാ? അപ്പൊ നിന്റെ ഡ്രീമോ? ഡ്രീം, എന്റെ ഡ്രീമൊക്കെ പണ്ടേ പോയില്ലേ. ഇനിയിപ്പോ അതൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതി മുന്നോട്ട് പോകാം. മോനെ ജെറി, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അയാൾ നിന്നെ വെല്ലുവിളിച്ചിട്ടാ പോയിരിക്കുന്നത്. അയാൾ വെല്ലുവിളിച്ച പിന്നെ വെറുതെ ഇരിക്കില്ല. ആന്റി, ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോ വല്ലതും വരാനുണ്ടെങ്കിൽ അത് വഴി തങ്ങില്ല. എങ്ങനെയൊക്കെയായാലും ഓട്ടോറിക്ഷ പിടിച്ചാലും എന്റെ അടുത്തെത്തും. അതുകൊണ്ട് എന്തായാലും ഞാൻ നോക്കാം. ഒരല്പം പ്രതീക്ഷ ഇത്രയും നാളും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ നിന്നെ തെരഞ്ഞു നടന്ന പോലെ നീ എന്നെ തെരഞ്ഞു നടക്കുന്നുണ്ടാവും ഞാൻ കരുതി. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഇനി എന്റെ ലൈഫ് എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്റെ കൂടെ ആ സ്വപ്നത്തിലുണ്ടായിരുന്ന ലൈഫ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ ആകാൻ ഇയാൾക്കൊരിക്കലും കഴിയില്ല. അയ്യോ, കാലം കണ്ടല്ലോ. ഓ, ക്യാറ്റി നേരത്തെ എത്തിയോ? ആരോട് തന്റെ ക്യാറ്റി നേരത്തെ പെണ്ണുമ്പിളല്ലേ പോയി വിളിച്ചാൽ മതി. അയ്യോ, അതവനല്ലേ. തന്നെ മറ്റാളെ പോയി വിളിച്ചാൽ മതി. ആസ് യു വിഷ്. പിന്നെ എങ്ങോട്ടും പോയേക്കരുത്, ഇവിടൊക്കെ തന്നെ കാണണം. ഓക്കേ. ഇയാൾക്കിതെന്ത് പറ്റി? ഇന്നലെ പോയ വഴി തലക്കല്ല ഇടിയും വെട്ടിയോ? എങ്കിൽ എന്റെ ചെക്കൻ രക്ഷപ്പെട്ടു. എന്നാ പിന്നെ കല്യാണത്തിനുള്ള ചെക്കന്മാരെങ്ങോട്ട് വിളിച്ചോ? ഈ കുറച്ച് എന്തിനാ തീമി എന്റെ അടുത്തൊന്നും ഇങ്ങനെ നിൽക്കുന്നത്? അവൻ അവിടെയല്ലേ നിൽക്കുന്നത്? എഡ്വിഡ്, മാരേജ് ടൈമായി. ഇവന്റെ അടുത്തൊന്ന് നിൽക്ക്. ഞാനെന്തിനാ നിൽക്കണം? ഞാനല്ലല്ലോ അവനെ കെട്ടുന്നേ. എന്റെ അനിയനല്ലേ കെട്ടാൻ പോണേ. അവൻ വന്നില്ലല്ലോ. അനിയനോ? അപ്പൊ താൻ? എന്റെ ബ്രദറാണ് അവനെ കെട്ടാൻ പോണേ. അവിടെ ഒരു ആഗ്രഹം പറയുമ്പോ ഞാനത് നടത്തി കൊടുക്കണ്ടേ? അനിയനും കൊള്ളാം, ചേട്ടനും കൊള്ളാം, രണ്ടുപേരും കണക്കാം. ഹേ ഓൾ, എന്റെ ബ്രദർ ഇവിടെ എത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവനെ വെൽക്കം ചെയ്യാം. ഏബൽ ഐസക്. ഏബൽ? ഏബൽ, നിനക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നീയുമായിട്ട് ആദ്യം കൂട്ടിയിടിച്ചപ്പോ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സ്വപ്നം. നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാൻ ആ സ്വപ്നം കണ്ടത്. ഇനി ഒരു മാരേജും കൂടെ നീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ മോനുട്ടാ. ഓ, അതിന് 6 അമ്മൂമ്മനെ കെട്ടിക്കാനാണാവോ? മമ്മി, ഒരു വരൻ എഡ്വിൻ ഐസക് എന്ന് ഞാനും. എന്റെ പേർ ജെറി തോമസും. ഏത് ജെറി തോമസ്? നീ തന്നെ കാറ്റി.